നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഇംഗ്ലണ്ടിലെ വീടുകൾക്ക് മറ്റൊരു കൗൺസിൽ ബിൽ വർധനയ്ക്ക് നീക്കം. നികുതി ഭാരവും അധിക ചെലവുകളുമായി ജനം വിയർക്കുമ്പോൾ ഖജനാവ് നിറയ്ക്കാൻ വീണ്ടും കുടുംബങ്ങളെ പിഴിഞ്ഞ് പ്രാദേശിക അധികൃതർ. നോർത്ത് സോമർസെറ്റ്, വാറിംഗ്ടൺ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക ഉയർന്ന ബില്ലുകൾ. ലേബർ പ്രഖ്യാപിച്ച ഫ്യൂവൽ ഡ്യൂട്ടി വർധന സെപ്റ്റംബർ മുതൽ 6 മാസം കൊണ്ട് നടപ്പിലാക്കാൻ നീക്കം. നടപടി തിരുത്താൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് സമ്മർദ്ദം ശക്തമാകുന്നു. തീരുമാനത്തിന് മാറ്റമില്ല എന്ന് കീർ സ്റ്റാർമർ. ഫ്യൂവൽ ഡ്യൂട്ടി വർധന 15 വർഷത്തിനിടെ ആദ്യം. പമ്പുകളിൽ ചെലവുയരുന്നത് ലിറ്ററിന് 1 പെൻസ് വീതം. ബർമിംഗ്ഹാം വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടു. വിമാനത്താവളം അടച്ചത് ഗൊറേറ്റി ഹിമക്കൊടുങ്കാറ്റ് ബ്രിട്ടനിൽ താണ്ഡവമാടിയതോടെ. റൺവേ പൂർണ്ണമായും ഉപയോഗശൂന്യമായി. യാത്ര ചെയ്യാനിരിക്കുന്നവർ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് വിമാനത്താവള അധികൃതർ. ഹീത്രോവിൽ യാത്ര റദ്ദാക്കിയത് നിരവധി വിമാനങ്ങൾ. മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ അമേരിക്ക നേരിട്ടുള്ള ഭൂതല ആക്രമണങ്ങൾ ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം എവിടെ, എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയിൽ പ്രതിവർഷം 2.5 മുതൽ 3 ലക്ഷം വരെ ആളുകൾ മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നുവെന്നും മയക്കുമരുന്ന് കടത്ത് വലിയ തോതിൽ നിയന്ത്രിച്ചതായും ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസിനെതിരെ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പുതിയ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചു. ഗ്രാൻഡ് ജൂറി കുറ്റപത്രം നൽകാൻ വിസമ്മതിച്ച കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ സാമ്പത്തിക ഇടപാടുകളാണ് പുതിയ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് തന്റെ രാഷ്ട്രീയ വിരോധികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന നടപടികളെന്ന് ആരോപണം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് BJP പോര് കനക്കുന്നു. പോര് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ ചൊല്ലി. പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡ്. കേന്ദ്ര ഏജൻസി തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി രേഖകൾ മോഷ്ടിച്ചതായി ആരോപിച്ച് മമതാ ബാനർജി. കർണാടകയിൽ വീണ്ടും ബുൾഡോസർ പ്രയോഗം. അശ്വന്ത് നഗറിൽ മുൻകൂർ അറിയിപ്പില്ലാതെ പൊളിച്ചുമാറ്റിയത് 13-ലധികം വീടുകൾ. പുതിയ നടപടി ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റിയുടെ കൊഗിലു പൊളിറ്റിക്കൽ നടപടി വിമർശനം നേരിടുന്നതിനിടെ കന്നഡ മീഡിയം സ്കൂളുകളിൽ പോലും മലയാളം 1ാം ഭാഷയാക്കുന്ന കേരളത്തിന്റെ നടപടിക്കെതിരെ കർണാടക. നിയമത്തിനെതിരെ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ യുവാവിന് IS ബന്ധമെന്ന് സ്ഥിരീകരിച്ചത് മൂവാറ്റുപുഴ സ്വദേശി ആദിലിന്. സമൂഹ മാധ്യമത്തിലൂടെ IS ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആശയം പ്രചരിപ്പിച്ചത് മലയാളി യുവാക്കളെ ലക്ഷ്യം വെച്ചെന്നും കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ഇംഗ്ലണ്ടിലെ വീടുകൾക്ക് മറ്റൊരു കൗൺസിൽ ബിൽ വർധനയ്ക്ക് നീക്കം. ഏപ്രിൽ മാസത്തിൽ വീണ്ടും പണപ്പെരുപ്പത്തെ മറികടക്കുന്ന കൗൺസിൽ ടാക്സ് വർധന നടപ്പിലാക്കാനാണ് പല കൗൺസിലുകളും തയ്യാറെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. നികുതി ഭാരവും അധിക ചെലവുകളുമായി ജനം വിയർക്കുമ്പോഴാണ് പ്രാദേശിക അധികൃതർ തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാൻ വീണ്ടും കുടുംബങ്ങളെ പിഴിയുന്നത്. 2026-27 വർഷം 4.99% കൗൺസിൽ ടാക്സ് വർധന നടപ്പിലാക്കാൻ നിരവധി ലോക്കൽ അതോറിറ്റികൾ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. പണത്തിനേറെ ബുദ്ധിമുട്ടുള്ള ചില കൗൺസിലുകൾ ഗവൺമെന്റിൽ നിന്നും കൂടുതൽ നികുതി വർധനയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. ഒരു കൗൺസിൽ കണ്ണഞ്ചിപ്പിക്കുന്ന 20% നികുതി വർധനയ്ക്കാണ് ആവശ്യപ്പെടുന്നത്. സാധാരണ സാഹചര്യങ്ങളിൽ 4.99% വർധനമാണ് അനുവദനീയമായ ഏറ്റവും ഉയർന്ന വാർഷിക വർധന. ഇതിനു മുകളിൽ കൗൺസിലുകൾക്ക് പ്രാദേശിക ഹിത പരിശോധന ആവശ്യമാണ്. കഴിഞ്ഞ വർഷം ലോക്കൽ കൗൺസിലുകൾക്ക് കടക്കണി പ്രതിസന്ധി നേരിട്ടതോടെ 6 കൗൺസിലുകൾക്ക് ഈ ക്യാപ്പ് മറികടന്ന് 10% വരെ വർധനയ്ക്ക് അനുമതി നൽകിയിരുന്നു. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം പണപ്പെരുപ്പ നിരക്ക് 3.2%-ലാണ്. എന്നാൽ നോർത്ത് സോമർസെറ്റ്, വാറിംഗ്ടൺ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് ഇതിലേറെ ഉയർന്ന ബില്ലുകളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. ലേബർ പ്രഖ്യാപിച്ച ഫ്യൂവൽ ഡ്യൂട്ടി വർധന സെപ്റ്റംബർ മുതൽ 6 മാസം കൊണ്ട് നടപ്പിലാക്കാൻ നീക്കം. നടപടി തിരുത്താൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് മേൽ ഒരു വശത്ത് സമ്മർദ്ദം ശക്തമാകുമ്പോഴും തീരുമാനത്തിന് മാറ്റമില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 15 വർഷത്തിനിടെ ആദ്യമായാണ് ഫ്യൂവൽ ഡ്യൂട്ടി വർധന. സെപ്റ്റംബറിൽ താൽക്കാലികമായി നടപ്പാക്കിയ 5 പെൻസ് കട്ടിംഗ് റദ്ദാക്കുന്നതോടെ ഇത് നിലവിൽ വരും. ഇതോടെ ലിറ്ററിന് 1 പെൻസ് വീതം പമ്പുകളിൽ ചെലവ് ഉയരും. ഡിസംബറിൽ വീണ്ടും ഒരു 2 പെൻസും 2027 മാർച്ചിൽ 2 പെൻസ് വർധനവുമാണ് പദ്ധതിയിലുള്ളത്. 2022-ലാണ് താൽക്കാലികമായി ഫ്യൂവൽ ഡ്യൂട്ടി കുറച്ചത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില ഉയർന്നതോടെയായിരുന്നു ടോറികൾ ഇത് നടപ്പിലാക്കിയത്. എന്നാൽ ഈ ആശ്വാസം റദ്ദാക്കാനുള്ള നീക്കം ബിസിനസ്സുകൾക്കും കുടുംബങ്ങൾക്കും കനത്ത ആഘാതമായിരിക്കുമെന്ന് റോഡ് ഹോളേജ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഈ വർഷമെങ്കിലും ജനങ്ങളുടെ ജീവിത ചെലവ് ഭാരം കുറയ്ക്കാൻ നടപടിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി ക്യാബിനറ്റ് നിർദ്ദേശം നൽകുമ്പോഴാണ് ഈ സ്ഥിതി എന്നതാണ് വൈരുദ്ധ്യം. മേയിലെ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ ലേബറിന്റെ അടിവേരിളകുമെന്ന ആശങ്കകൾക്കിടയിലാണ് ജനങ്ങളുടെ പോക്കറ്റിൽ പണം എത്തിക്കുമെന്ന് സ്റ്റാർമർ ആണയിടുന്നത്. ഇതിനിടെ റിഫോം UK അധികാരത്തിലെത്തിയാൽ 5 പെൻസ് ഫ്യൂവൽ ഡ്യൂട്ടി കട്ട് തിരികെ എത്തിക്കുമെന്ന് സിഗൽ ഫാരേജ് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച രാത്രി ഗൊറേറ്റി ഹിമക്കൊടുങ്കാറ്റ് ബ്രിട്ടനിൽ താണ്ഡവമാടിയതോടെ ബർമിംഗ്ഹാം വിമാനത്താവളം പൂർണ്ണമായും അടച്ചിടേണ്ടി വന്നു.
റൺവേയിൽ മഞ്ഞ് നിറഞ്ഞതിനെ തുടർന്നാണ് വിമാനത്താവളം അടച്ചിടേണ്ടി വന്നതെന്ന് ബർമിംഗ്ഹാം വിമാനത്താവള അധികൃതർ സ്ഥിരീകരിച്ചു. റൺവേ പൂർണ്ണമായും ഉപയോഗയോഗ്യമല്ലാതെയായി. യാത്ര ചെയ്യാനിരിക്കുന്നവർ അവരുടെ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റസ് മനസ്സിലാക്കണമെന്ന് വിമാനത്താവളം അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടാതെ ഹീത്രൂവിൽ നിരവധി വിമാനങ്ങളാണ് യാത്ര റദ്ദാക്കിയത്. ഇതോടെ ഹീത്രൂവിലും അനേകരുടെ യാത്രയാണ് മുടങ്ങിയത്. വിമാന ഗതാഗതം മാത്രമല്ല, റെയിൽ, റോഡ് മാർഗങ്ങളും എല്ലാം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ്. വ്യാഴാഴ്ച കോൺവാളിൽ മണിക്കൂറിൽ 100 മൈൽ വേഗത കൈവരിക്കുന്ന ശക്തമായ കാറ്റിനെതിരെ മെറ്റ് ഓഫീസ് ഒരു ചുവന്ന മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരുന്നു. പ്രാദേശികവാസികളോട് കഴിയുന്നതും വീടുകൾക്കുള്ളിൽ തന്നെ കഴിയണമെന്നായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ബ്രിട്ടന്റെ ബാക്കിയുള്ള പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ചയ്ക്കെതിരെയുള്ള മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ടായിരുന്നു. തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലായിരുന്നു അസാധാരണമായ ശക്തിയിൽ കാറ്റ് അനുഭവപ്പെട്ടത്. കോൺവാൾ നിവാസികളോട് വൈകിട്ട് 4 മണി മുതൽ രാത്രി 11 മണി വരെ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. കടുത്ത പ്രളയമുണ്ടായ ചില കൗണ്ടി റോഡുകളിൽ കൂടി ചിലർ കാറുകൾ ഓടിച്ചു പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. റോഡുകൾ പലതും നദികൾക്ക് സമാനമായിരിക്കുകയാണ്. ശക്തമായ മഴയിൽ യുകെയിലെ ടൗൺ സെന്റർ ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. അത്രയും വലിയ വെള്ളപ്പൊക്കമാണ് അവിടെ ദൃശ്യമായത്. പാഡിംഗ്ടണിലെ ഒഴിഞ്ഞ റെയിൽവേ പ്ലാറ്റ്ഫോം കാലാവസ്ഥയുടെ ഭീകരത ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഐൽസ് ഓഫ് സ്കിലിയയിലെ സെന്റ് മേരീസ് വിമാനത്താവളത്തിൽ കാറ്റിന് മണിക്കൂറിൽ 99 മൈൽ വരെ വേഗത രേഖപ്പെടുത്തിയതായി മെറ്റ് ഓഫീസ് അറിയിച്ചു. 2 ഇയർ ഡ്രൈവിംഗ് ടെസ്റ്റ് നിയമത്തിൽ അപ്പാടെ പൊളിച്ചെടുത്ത് നടത്താൻ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നതായി ചില സൂചനകൾ പുറത്തുവരുന്നു. ഡ്രൈവിംഗ് തിയറി ടെസ്റ്റിന്റെ കാലാവധി 2 വർഷത്തിലധികമായി നീട്ടാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പാർലമെന്റിൽ മറുപടി നൽകവേ റോഡ്സ് ആൻഡ് ബസസ് മന്ത്രി സൈമൺ ലെറ്റ്വിഡ് ആണ് ഈ സൂചന നൽകിയത്. TVSയിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള അപേക്ഷകൾ കാത്തുകെട്ടി കിടക്കുന്നതിനാൽ ഈ നിശ്ചിത 2 വർഷ കാലയളവിൽ പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള ടെസ്റ്റ് ഡേറ്റ് ലഭിക്കാത്തവർക്ക് ഈ തീരുമാനം ഒരു അനുഗ്രഹമായി തീരും. പ്രാക്ടിക്കൽ ടെസ്റ്റിനുള്ള കാത്തിരിപ്പ് നീണ്ടുപോവുകയും ഡ്രൈവിംഗ് പഠിതാക്കൾ അസ്വസ്ഥരാകുകയും ചെയ്തിട്ടും ഈ 2 വർഷ കാലാവധി നീട്ടാതെ നോക്കുകയായിരുന്നു സർക്കാർ. ഹൈവേ കോഡ് സംബന്ധിച്ച് ഡ്രൈവർമാർക്ക് ഏറ്റവും പുതിയ അറിവുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. റോഡ് സുരക്ഷയെ മുൻനിർത്തിയാണിത്. പുതുതായി ലൈസൻസ് എടുക്കുന്നവർക്കിടയിൽ അപകട നിരക്ക് വർദ്ധിക്കുന്നുവെന്ന പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ വാദം ശരിയാവുക കൂടിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ പറക്കുന്നതിനിടയിൽ വിമാനം ആകാശച്ചുഴിയിൽ വീണ് 2 പേരുടെ കാൽക്കുഴയിൽ പൊട്ടലുണ്ടായതായി റിപ്പോർട്ട്. ലോസ് ഏഞ്ചൽസിൽ നിന്നും ഹീത്രൂവിലേക്ക് വരികയായിരുന്ന ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനത്തിലായിരുന്നു സംഭവം നടന്നത്. സീറ്റ് ബെൽറ്റ് സൈനുകൾ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൽ ഒരു യാത്രക്കാരന്റെയും ഒരു വിമാന ജീവനക്കാരിയുടെയും കാൽക്കുഴകളാണ് പൊട്ടിയതെന്ന് എയർ ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് അറിയിച്ചു. ദുർബലം മുതൽ ഇടത്തരം ശക്തിയുള്ളത് വരെ എന്ന വിഭാഗത്തിൽപ്പെടുന്ന കുലുക്കമായിരുന്നു വിമാനത്തിന് അനുഭവപ്പെട്ടതെന്ന് ക്യാപ്റ്റൻ പറയുന്നു. ഇത് ഏകദേശം 10 മുതൽ 15 സെക്കൻഡ് വരെ നീണ്ടുനിന്നു. വിമാനം പെട്ടെന്ന് മേൽപോട്ട് ഉയരുകയും പിന്നീട് വശങ്ങളിലേക്ക് തെന്നുകയുമായിരുന്നു എന്നാണ് പരിക്കേറ്റ യാത്രക്കാരൻ പറയുന്നത്. ശുചിമുറി ഉപയോഗിച്ചതിനു ശേഷം തന്റെ സീറ്റിലേക്ക് ഇയാൾ നടന്നു വരുമ്പോഴായിരുന്നു സംഭവം നടന്നത്. തനിക്ക് ഇരിക്കാൻ സീറ്റ് താഴ്ന്ന സമയത്തായിരുന്നത് കൊണ്ടാണ് വിമാന ജീവനക്കാരിക്ക് പരിക്കേറ്റത്. മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ അമേരിക്ക നേരിട്ടുള്ള ഭൂതല ആക്രമണങ്ങൾ ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെയായിരുന്നു ട്രംപിന്റെ നിർണായക പ്രഖ്യാപനം. ഇനി ഞങ്ങൾ കരയിലേക്കും കടക്കുന്നു. കാർട്ടുകളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടങ്ങുമെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ആക്രമണം എവിടെ, എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടിയ രഹസ്യ സ്റ്റെൽസ് ഓപ്പറേഷന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യ അഭിമുഖമാണിത്. അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത് വലിയ തോതിൽ നിയന്ത്രിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. കടൽ മാർഗം എത്തുന്ന മയക്കുമരുന്നുകളുടെ 97% ഞങ്ങൾ തടഞ്ഞു. ഇനി കരമാർഗങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ. മെക്സിക്കോയിലെ സാഹചര്യത്തെക്കുറിച്ചും ട്രംപ് കടുത്ത വിമർശനം ഉന്നയിച്ചു. കാർട്ടലുകളാണ് മെക്സിക്കോയെ നിയന്ത്രിക്കുന്നത്. ആ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഏറെ ദുഃഖമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പ്രതിവർഷം 2.5 മുതൽ 3 ലക്ഷം വരെ ആളുകൾ കൊല്ലപ്പെടുന്നുവെന്നും ട്രംപ് ആരോപിച്ചു. ട്രംപിന്റെ പരാമർശങ്ങൾ മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്ക ഉയരുന്നതിനിടെയാണ് അമേരിക്കയുടെ ഈ ശക്തമായ മുന്നറിയിപ്പ്. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസിനെതിരെ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പുതിയ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട്. മുൻപ് 2 തവണ ഗ്രാൻഡ് ജൂറി കുറ്റപത്രം നൽകാൻ വിസമ്മതിച്ച കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ സാമ്പത്തിക ഇടപാടുകളാണ് പുതിയ അന്വേഷണത്തിന്റെ കേന്ദ്രീകരണം. ജെയിംസും ദീർഘകാലമായി പരിചയമുള്ള ഹെയർ ഡ്രസ്സർ യെസാറ്റ മാഷുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷകർ പരിശോധിക്കുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഡൊണാൾഡ് ട്രംപിനെതിരെ സിവിൽ തട്ടിപ്പ് കേസ് എടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിരോധികളെ ലക്ഷ്യമിട്ട് നീതിവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നതിന്റെ തുടർച്ചയാണിതെന്ന് ജെയിംസിന്റെ നിയമസംഘം ആരോപിച്ചു. മുൻപ് വിർജീനിയയിലെ നോർഫോക്കിൽ സ്വത്ത് വാങ്ങുന്നതിനിടെ ബാങ്കിനെ വഞ്ചിച്ചുവെന്ന ആരോപണത്തിൽ ജെയിംസിനെതിരെ കുറ്റപത്രം നൽകിയിരുന്നെങ്കിലും US അറ്റോർണി നിയമാനുസൃതമായി നിയമിക്കപ്പെട്ടിട്ടില്ലെന്ന കോടതി കണ്ടെത്തലിനെ തുടർന്ന് കേസ് റദ്ദാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ 2ാമത്തെ ശ്രമങ്ങളും പരാജയപ്പെട്ടു.
ജെയിംസിന്റെ അഭിഭാഷകൻ അബ്ബെ ലോവൽ ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഫലമായ പ്രതികാര നടപടിയാണെന്ന് വിമർശിച്ചു. ട്രംപിന്റെ രാഷ്ട്രീയ പ്രതികാരം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട നീതി വകുപ്പ് ജെയിംസുമായി ബന്ധമുള്ളവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമവും പരാജയപ്പെടുമെന്ന് ലോവൽ പറഞ്ഞു. അതേസമയം USATA മാർഷിനെതിരെ ലൂയിസിയാനയിലെ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് കോടതിയിൽ ബാങ്ക് തട്ടിപ്പും തിരിച്ചറിയൽ മോഷണവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി അടുത്തിടെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 2019 ലാൻഡ് റോവർ വാഹന വാങ്ങലുമായി ബന്ധപ്പെട്ടാണ് കേസ്. പുതിയ കേസ് ലൂയിസിയാന വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റും ന്യൂയോർക്ക് നോർത്തേൺ ഡിസ്ട്രിക്റ്റും സംയുക്തമായാണ് നയിക്കുന്നത്. എന്നാൽ ന്യൂയോർക്ക് നോർത്തേൺ ഡിസ്ട്രിക്റ്റിലെ ആക്ടിംഗ് US അറ്റോർണി ജോൺ സാർക്കോണെ നിയമപരമായി അധികാരത്തിലുള്ളതല്ല എന്ന് കോടതി കണ്ടെത്തിയതോടെ ഈ അന്വേഷണത്തിലെ അദ്ദേഹത്തിന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതോടൊപ്പം ജെയിംസിനും അവരുടെ ഓഫീസിനുമെതിരെ നടന്നിരുന്ന മറ്റ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട സമൻസുകളും കോടതി റദ്ദാക്കി. പുതിയ അന്വേഷണത്തിൽ ഏത് കുറ്റങ്ങളാണ് പരിശോധിക്കുന്നതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. US സംസ്ഥാനമായ മിനസോട്ടയിലെ മിനിയപ്പിലിസ് നഗരത്തിൽ ഇമിഗ്രേഷൻ ഏജന്റ് പൊതുനിരത്തിൽ സ്ത്രീയെ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ വിശദീകരണവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US പൗരനായ റെനെ നിക്കോൾ ഗുഡിനെയാണ് ഇമിഗ്രേഷൻ ഏജന്റ് വെടിവെച്ച് കൊന്നത്. ഉദ്യോഗസ്ഥനെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് റെനെ നിക്കോൾ ഗുഡിനെ വെടിവെച്ചതെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. US സംസ്ഥാനമായ മിനസോട്ടയിലെ മിനിയപ്പലിസ് നഗരത്തിലാണ് വെടിവയ്പ് നടന്നത്. ഇമിഗ്രേഷൻ ഏജന്റ് പൊതുനിരത്തിൽ സ്ത്രീയെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ രാജ്യമെങ്ങും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള വാഹന പരിശോധനയ്ക്ക് കാർ തടഞ്ഞത് കൂട്ടാക്കാതെ മുന്നോട്ടെടുത്തപ്പോഴാണ് ഉദ്യോഗസ്ഥർ 2 തവണ നിറയൊഴിച്ചത്. ഉദ്യോഗസ്ഥനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെച്ചതെന്നാണ് അധികൃതരുടെ ഭാഷ്യം. 3 കുട്ടികളുടെ അമ്മയും കവിയുമായ റെനെ 6 വയസ്സുള്ള മകനെ സ്കൂളിലാക്കി തിരിച്ചു പോകുമ്പോഴാണ് സംഭവം. കൊളറാഡോയിൽ ജനിച്ച യുവതി അടുത്തിടെയാണ് മിനസോട്ടയിലേക്ക് താമസം മാറിയത്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് മിനിയപ്പലിസ്, സെന്റ് പോൾ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ന്യൂയോർക്ക്, ഷിക്കാഗോ, സിയാറ്റിൽ, കൊളംബസ് തുടങ്ങിയ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ആത്മരക്ഷാർത്ഥമാണ് ഓഫീസർ വെടിയുതിർത്തതെന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയം ന്യായീകരിച്ചു. ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.06 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.16 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.05 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.01 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബംഗാളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസ് BJP പോര് കനക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി രേഖകൾ മോഷ്ടിച്ചതായി ആരോപിച്ച് റെയ്ഡിന് പിന്നാലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പാർട്ടി വിവരങ്ങൾ അടങ്ങിയ പ്രധാന ഫയലുകൾ അനധികൃതമായി ED കയ്യേറിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചോർത്താനുള്ള BJPയുടെ നീക്കമാണിതെന്നും തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. മുഖ്യമന്ത്രി റെയ്ഡുകൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ED പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന സംഘത്തിലെ പ്രധാന അംഗമായ പ്രദീപ് ജെയിനിന്റെ വസതിയിലും സാൾട്ട് ലേക്ക് സെക്ടർ 5-ലുള്ള ഗോദ്രേജ് വാട്ടർ സൈഡ് കെട്ടിടത്തിലെ കമ്പനിയുടെ ഓഫീസിലുമാണ് ED റെയ്ഡ് നടത്തിയത്. റെയ്ഡിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ TMC നേതാക്കൾ സാൾട്ട് ലേക്കിലെ ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് തന്ത്രം, 2026 തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക, രഹസ്യ പാർട്ടി രേഖകൾ എന്നിവ കൈക്കലാക്കുന്നതിനാണ് റെയ്ഡുകൾക്ക് ഉത്തരവിട്ടതെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം. തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വിവരങ്ങൾ ശേഖരിക്കാൻ അമിത്ഷാ അയച്ചതാണ് ED എന്നായിരുന്നു മമതയുടെ ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിയന്ത്രിക്കണമെന്ന് മമത ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മാന്യമായി രാഷ്ട്രീയമായി പോരാടണം. ഞങ്ങളുടെ IT സെൽ ഓഫീസിൽ എന്തിനാണ് റെയ്ഡ് നടത്തുന്നത്? തങ്ങളുടെ വോട്ടർമാരുടെ പേര് വെട്ടിക്കളയുന്നു. ഇത് തുടർന്നാൽ ബംഗാളിൽ നിന്ന് ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്നും മമത കൂട്ടിച്ചേർത്തു. കർണാടകയിൽ വീണ്ടും ബുൾഡോസർ പ്രയോഗം. വ്യാഴാഴ്ച വടക്കുകിഴക്കൻ ബാംഗ്ലൂരുവിലെ തനിസാന്ദ്രയ്ക്കടുത്തുള്ള അശ്വന്ത് നഗറിൽ 13-ലധികം വീടുകൾ മുൻകൂർ അറിയിപ്പില്ലാതെ പൊളിച്ചുമാറ്റി. ഗ്രേറ്റർ ബംഗളൂരു അതോറിറ്റിയുടെ കൊഗിലു പൊളിറ്റിക്കൽ നടപടിയുടെ വിമർശനം നേരിടുന്നതിനിടെയാണ് പുതിയ നടപടി. BDA ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും 4 മണ്ണുമാന്തി യന്ത്രങ്ങളും രാവിലെ 7 മണിക്ക് സ്ഥലത്തെത്തി പൊളിച്ചു നീക്കുകയായിരുന്നു. കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് താമസക്കാരോട് ഉടൻ ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടു. BDAയുടെ ഭൂമിയിലാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. BDAയുടെ പ്രത്യേക ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രഥമദൃഷ്ട്യാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് BDA കമ്മീഷണർ P മണിവണ്ണൻ സമ്മതിച്ചു. താമസക്കാർക്ക് നോട്ടീസുകൾ വഴി മുന്നറിയിപ്പ് നൽകിയതായി രേഖകളൊന്നുമില്ല. പുനരധിവാസത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും BDA ചെയ്യണമെന്നും ചെലവുകൾ വഹിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 13 വീടുകൾ മാത്രമാണ് പൊളിച്ചു നീക്കിയതെന്ന് BDA വാദിക്കുമ്പോൾ 20-ലധികം വീടുകൾ തകർന്നതായി താമസക്കാർ പറഞ്ഞു. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളിൽ പലരും ഏകദേശം 5 വർഷമായി പ്രദേശത്ത് താമസിക്കുന്ന വാടകക്കാരാണ് എന്ന് അവർ പറഞ്ഞു. ഹെഡ്സെ നഗറിൽ BDA ബദൽ താമസ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടും
സ്ഥലം വിട്ടുപോകാൻ കുടുംബങ്ങൾ വിസമ്മതിച്ചു. വീഡിയോ ഒരു STF രൂപീകരിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ 3 മാസമായി നഗരസഭയുടെ ഭൂമി തിരിച്ചുപിടിക്കുകയാണെന്നും മണിവണ്ണൻ പറഞ്ഞു. വ്യാഴാഴ്ച മറ്റു 2 പ്രദേശങ്ങളിലെ ചില കെട്ടിടങ്ങൾ STF പൊളിച്ചുമാറ്റിയതായും എന്നാൽ ആ കേസുകളിൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വീഴ്ചകളെ കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും വിരമിച്ച ജസ്റ്റിസ് നിയാസ് അഹമ്മദ് വിഷയം അന്വേഷിച്ച് 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മണിവണ്ണൻ കൂട്ടിച്ചേർത്തു. കന്നഡ മീഡിയം സ്കൂളുകളിൽ പോലും മലയാളം 1ാം ഭാഷയാക്കുന്ന കേരളം നടപ്പാക്കാൻ ഒരുങ്ങുന്ന നിയമത്തെ എതിർക്കുമെന്ന് കർണാടക. നിയമത്തിനെതിരെ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. കേരളത്തിന്റെ അതിർത്തി ജില്ലകളുടെ പ്രത്യേകിച്ച് കാസർഗോഡിന്റെ ഭാഷാ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് നിർദ്ദിഷ്ട നിയമമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കുട്ടികൾക്ക് ഭാഷ ഒരു വിഷയം മാത്രമല്ല, അത് സ്വത്വം, അന്തസ്, അവസരം എന്നിവയാണ്. കേരളം ഒരൊറ്റ 1ാം ഭാഷ നിർബന്ധിക്കുമ്പോൾ മാതൃഭാഷയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും അക്കാദമിക് പുരോഗതിയെയും ആത്മവിശ്വാസത്തെയും ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം ഭാഷ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുറയ്ക്കുകയും ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ ആവാസ വ്യവസ്ഥയെയും ദുർബലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ കാലമായി ആളുകൾ കന്നഡ മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ദൈനംദിന ജീവിതത്തിൽ അവർ കന്നഡയെ ആശ്രയിക്കുന്നു. ജില്ലയുടെ ചില ഭാഗങ്ങളിൽ 70% വരുന്നവർ കന്നഡ പഠനത്തെയും കന്നഡ ലിപിയെയും ഇഷ്ടപ്പെടുന്നുവെന്ന് തദ്ദേശ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് മലയാളത്തിന് ഭീഷണിയല്ല, മറിച്ച് ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിന്റെ തെളിവാണ്. അവിടെ ഭാഷകൾ ഭയമില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29, 30, 350A, 350B എന്നിവ പ്രകാരം ഒരു സർക്കാരിനും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ചവിട്ടിമെതിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൽക്കരി ഇതര ഖനന പദ്ധതികൾക്കായി പാരിസ്ഥിതികാനുമതിക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് സ്ഥലമേറ്റെടുക്കൽ രേഖകളോ ബന്ധപ്പെട്ട ഭൂവുടമകളുടെ അനുമതി പത്രമോ ഹാജരാക്കേണ്ട എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. തീരത്തും കരയിലും നടക്കുന്ന വിവിധ ഖനനങ്ങൾ, ദേശീയപാത നിർമ്മാണം മുതലായവയ്ക്കെല്ലാം ഇത് ബാധകമാകും. പദ്ധതികൾക്ക് വേഗം കൂട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് വിശദീകരണം. നിലവിൽ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച മുഴുവൻ രേഖകളും ഹാജരാക്കിയ ശേഷം മാത്രമേ പാരിസ്ഥിതികാനുമതിക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇതിലാണ് മാറ്റം. പാരിസ്ഥിതികാഘാതം കൂട്ടുന്ന നിർദ്ദേശമാണ് മന്ത്രാലയത്തിന്റേതെന്നാണ് ആശങ്ക. പ്രദേശത്തിന്റെ മുഴുവൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയും മനസ്സിലാക്കാതെ പാരിസ്ഥിതികാനുമതി നൽകി ഖനന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് പരിസ്ഥിതി സംരക്ഷണത്തെ അപകടത്തിലാക്കും. 2014 മന്ത്രാലയം പുറത്തിറക്കിയ ഓഫീസ് മെമ്മറാണ്ടത്തിൽ മാറ്റം വരുത്തിയാണ് ഡിസംബർ 18 പുതിയ വിജ്ഞാപനം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ യുവാവിന് IS ബന്ധമെന്ന് സ്ഥിരീകരണം. മൂവാറ്റുപുഴ സ്വദേശി ആദിലിനാണ് IS ബന്ധമെന്ന് സ്ഥിരീകരിച്ചത്. ആദിൽ IS ഘടകം രൂപീകരിക്കാൻ ശ്രമിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ IS ആശയം പ്രചരിപ്പിക്കാൻ ആദിൽ ശ്രമിച്ചെന്നും കണ്ടെത്തി. മലയാളി യുവാക്കളെ ലക്ഷ്യം വെച്ചായിരുന്നു ആശയം പ്രചരിപ്പിച്ചത്. സൗദിയിൽ നിന്നാണ് സമൂഹ മാധ്യമത്തിലൂടെ ആദിൽ IS ആശയം പ്രചരിപ്പിച്ചത്. ATSന് പുറമെ NIA ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരും ആദിലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ആശയം സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചതിന് ശേഷം അതിൽ താല്പര്യമുള്ള യുവാക്കളെ ചേർത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ട് തുറന്നെന്നും അവരെ ഒരുമിപ്പിച്ച് ചേർത്ത് സംസ്ഥാനത്ത് ഒരു യോഗം നടത്താനുള്ള നീക്കമാണ് അതിൽ നടത്തിയതെന്നും അതിനുവേണ്ടി ആദിൽ കേരളത്തിലെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്. അഫ്ഗാനിസ്ഥാനിലെ IS സ്വാധീന മേഖലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അതിലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും ATS സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നും കൂടുതൽ യുവാക്കളെ കൊണ്ടുപോകാനുള്ള നീക്കം ഉണ്ടായിരുന്നോ എന്നും ATS പരിശോധിക്കും. ആദിലിന്റെ സുഹൃത്തുക്കളെയും ATS ചോദ്യം ചെയ്തു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ATS പരിശോധിക്കും. കഴിഞ്ഞ ദിവസമാണ് ആദിലിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. മാറാട് പരാമർശത്തിൽ CPIM നേതാവും മുൻ മന്ത്രിയുമായ AK ബാലനെ പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. മാറാട് വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടിയല്ല. വർഗീയ കലാപങ്ങളുടെ പേരിൽ താൽക്കാലിക രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കേരളം മതമൈത്രിയുടെ നാടാണ്. മാറാട് കലാപം ഉണ്ടായിട്ടുണ്ട്. പൂന്തുറ സംഭവവും ചാലബസാറിലെ സംഭവവും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിന്റെ ഉത്തരവാദിത്തം വഹിക്കുന്നവർക്കും താൽക്കാലിക ലാഭത്തിനായി അത്തരം വർഗീയ കലാപങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മുൻകൂർ ധാരണ ഉണ്ടാവണം. അതാണ് AK ബാലനും ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സൂചിപ്പിച്ചത്. മാറാട് സംഭവം ഉണ്ടായപ്പോൾ UDF നേതാക്കൾ അവിടെ പോയത് എപ്പോഴാണെന്നും ആരുടെ പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണെന്നും നമുക്ക് അറിയാം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോലും കലാപം നടന്നിടത്തേക്ക് എന്നാണ് പോയതെന്നും അറിയാം. വർഗീയ കലാപം മുൻനിർത്തി താൽക്കാലികമായ മുതലെടുപ്പ് നടത്തുന്നത് ശരിയായ രീതിയല്ല. അതൊന്നും വോട്ടായി മാറില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. നിർബന്ധിത വിരമിക്കൽ ഉത്തരവ് നൽകിയ കൈക്കൂലി ആരോപണ വിധേയനായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണനെതിരെയും മന്ത്രി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ഇത്രയും വലിയ ലോകകള്ളൻ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് മന്ത്രി പറഞ്ഞു. തവനൂരിൽ ഇടത് സ്വതന്ത്രനായി KT ജലീൽ ഇത്തവണയും മത്സരിച്ചേക്കും. തിരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയാണെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടാൽ പുനരാലോചന നടത്തുമെന്നാണ് ജലീലിന്റെ പ്രതികരണം.
തുടർച്ചയായി 4 തവണ MLA ആയിട്ടുള്ള KT ജലീൽ തവനൂർ മണ്ഡലം രൂപീകൃതമായ 2011 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. മണ്ഡലം നിലനിർത്താൻ KT ജലീലിനോളം പോന്ന മറ്റൊരു സ്ഥാനാർത്ഥിയില്ല എന്ന കണക്കുകൂട്ടലിലാണ് CPM ഉള്ളതെന്നാണ് വിവരം. നിർണായക പോരാട്ടത്തിൽ ജയസാധ്യതകൾക്ക് CPM മുൻഗണന നൽകുമ്പോൾ തവനൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായി KT ജലീൽ തന്നെ എത്തുമെന്നാണ് സൂചനകൾ. ഇതിനിടെ UDF സ്ഥാനാർത്ഥിയായി PV അൻവർ തവനൂരിൽ എത്തിയേക്കുമെന്ന അഭ്യൂഹവും മണ്ഡലത്തിൽ ഉയരുന്നുണ്ട്. മന്ത്രി റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു അൻവർ ആദ്യം പ്രഖ്യാപിച്ചതെങ്കിലും ജയസാധ്യത ഇല്ലാത്തതും UDF-ൽ നിന്ന് തന്നെയുള്ള എതിർപ്പും പരിഗണിച്ചാണ് അൻവർ തവനൂരിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. PV അൻവർ വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് KT ജലീൽ പ്രതികരിച്ചു. 2020 ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയിലേക്ക് ഇല്ല എന്ന നിലപാട് തുടർന്ന് ബംഗ്ലാദേശ്. ലോകകപ്പിൽ തങ്ങളുടെ വേദി മാറ്റണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ICC-ക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് കത്തയച്ചു. നേരത്തെ ഈ ആവശ്യം ICC തള്ളിയിരുന്നു. ഇതിനു പിന്നാലെയാണ് രണ്ടാമതും ബോർഡ് കത്തയച്ചിരിക്കുന്നത്. ടൂർണമെന്റിൽ ബംഗ്ലാദേശ് ടീമിന്റെ പൂർണ്ണവും തടസ്സമില്ലാത്തതുമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ICC ആവർത്തിച്ചെന്നാണ് നേരത്തെ പ്രസ്താവനയിൽ BCB അറിയിച്ചിരുന്നത്. തങ്ങൾക്ക് ടൂർണമെന്റ് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിലും രാജ്യത്തിന്റെ അന്തസ്സ് കളഞ്ഞ ലോകകപ്പ് കളിക്കാനില്ല എന്നാണ് അടുത്തിടെ ബംഗ്ലാദേശ് സർക്കാരിലെ സ്പോർട്സ് അഡ്വൈസറായ ആസിഫ് നസ്രുൾ വ്യക്തമാക്കിയത്. ICC-ക്ക് ഇന്ത്യയിലെ സാഹചര്യം പൂർണ്ണമായും മനസ്സിലായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കളിക്കാരുടെ സുരക്ഷ പ്രധാനമാണെന്ന് BCB പ്രസിഡന്റ് അമിനുൽ ഇസ്ലാമും പറഞ്ഞു. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് 2020 ലോകകപ്പ് നടക്കുക. വെസ്റ്റ് ഇൻഡീസ്, ഇറ്റലി, ഇംഗ്ലണ്ട്, നേപ്പാൾ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിലാണ് ബംഗ്ലാദേശ്. IPL ഫ്രാഞ്ചൈസിയായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് ബംഗ്ലാദേശ് പേസർ മുസ്താഫിൽ റഹ്മാനെ വിട്ടയച്ചതിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെ IPL സംപ്രേഷണം രാജ്യത്ത് നിരോധിക്കുകയും ബംഗ്ലാദേശിന്റെ 2020 ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മാറ്റാൻ ICC-യോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇംഗ്ലണ്ടിലെ വീടുകൾക്ക് മറ്റൊരു കൗൺസിൽ ബിൽ വർധനയ്ക്ക് നീക്കം. നികുതി ഭാരവും അധിക ചെലവുകളുമായി ജനം വിയർക്കുമ്പോൾ ഖജനാവ് നിറയ്ക്കാൻ വീണ്ടും കുടുംബങ്ങളെ പിഴിഞ്ഞ് പ്രാദേശിക അധികൃതർ. നോർത്ത് സോമർസെറ്റ്, വാറിംഗ്ടൺ എന്നിവിടങ്ങളിലെ താമസക്കാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക ഉയർന്ന ബില്ലുകൾ. ലേബർ പ്രഖ്യാപിച്ച ഫ്യൂവൽ ഡ്യൂട്ടി വർധന സെപ്റ്റംബർ മുതൽ 6 മാസം കൊണ്ട് നടപ്പിലാക്കാൻ നീക്കം. നടപടി തിരുത്താൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് സമ്മർദ്ദം ശക്തമാകുന്നു. തീരുമാനത്തിന് മാറ്റമില്ല എന്ന് കീർ സ്റ്റാർമർ. ഫ്യൂവൽ ഡ്യൂട്ടി വർധന 15 വർഷത്തിനിടെ ആദ്യം. പമ്പുകളിൽ ചെലവുയരുന്നത് ലിറ്ററിന് 1 പെൻസ് വീതം. ബർമിംഗ്ഹാം വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടു. വിമാനത്താവളം അടച്ചത് ഗൊറേറ്റി ഹിമക്കൊടുങ്കാറ്റ് ബ്രിട്ടനിൽ താണ്ഡവമാടിയതോടെ. റൺവേ പൂർണ്ണമായും ഉപയോഗശൂന്യമായി. യാത്ര ചെയ്യാനിരിക്കുന്നവർ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് വിമാനത്താവള അധികൃതർ. ഹീത്രോവിൽ യാത്ര റദ്ദാക്കിയത് നിരവധി വിമാനങ്ങൾ. മയക്കുമരുന്ന് കാർട്ടലുകൾക്കെതിരെ അമേരിക്ക നേരിട്ടുള്ള ഭൂതല ആക്രമണങ്ങൾ ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം എവിടെ, എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താതെ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയിൽ പ്രതിവർഷം 2.5 മുതൽ 3 ലക്ഷം വരെ ആളുകൾ മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നുവെന്നും മയക്കുമരുന്ന് കടത്ത് വലിയ തോതിൽ നിയന്ത്രിച്ചതായും ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസിനെതിരെ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ പുതിയ ക്രിമിനൽ അന്വേഷണം ആരംഭിച്ചു. ഗ്രാൻഡ് ജൂറി കുറ്റപത്രം നൽകാൻ വിസമ്മതിച്ച കേസുകളിൽ നിന്ന് വ്യത്യസ്തമായ സാമ്പത്തിക ഇടപാടുകളാണ് പുതിയ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് തന്റെ രാഷ്ട്രീയ വിരോധികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന നടപടികളെന്ന് ആരോപണം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് BJP പോര് കനക്കുന്നു. പോര് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ ചൊല്ലി. പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡ്. കേന്ദ്ര ഏജൻസി തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി രേഖകൾ മോഷ്ടിച്ചതായി ആരോപിച്ച് മമതാ ബാനർജി. കർണാടകയിൽ വീണ്ടും ബുൾഡോസർ പ്രയോഗം. അശ്വന്ത് നഗറിൽ മുൻകൂർ അറിയിപ്പില്ലാതെ പൊളിച്ചുമാറ്റിയത് 13-ലധികം വീടുകൾ. പുതിയ നടപടി ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റിയുടെ കൊഗിലു പൊളിറ്റിക്കൽ നടപടി വിമർശനം നേരിടുന്നതിനിടെ. കന്നഡ മീഡിയം സ്കൂളുകളിൽ പോലും മലയാളം 1ാം ഭാഷയാക്കുന്ന കേരളത്തിന്റെ നടപടിക്കെതിരെ കർണാടക. നിയമത്തിനെതിരെ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയ യുവാവിന് IS ബന്ധമെന്ന് സ്ഥിരീകരിച്ചത് മൂവാറ്റുപുഴ സ്വദേശി ആദിലിന്. സമൂഹ മാധ്യമത്തിലൂടെ IS ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആശയം പ്രചരിപ്പിച്ചത് മലയാളി യുവാക്കളെ ലക്ഷ്യം വെച്ചെന്നും കണ്ടെത്തി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.